ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് രാവിലെ തന്നെ അല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മക്കളെയൊക്കെ മരുന്നൊക്കെ കൊടുത്ത് ബാപ്പൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് ഇങ്ങനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. മേലൊക്കെ ഒന്ന് കഴുകിയതാക്കിയിട്ട് പനി നല്ലോണം മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കുളിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുത്തിക്കാട്ടോ. ഉമ്മ അതാ നോക്കാനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഈർക്കളെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, വേറെ ഒന്നുമല്ല. മൂത്താൾ ചെറുതിനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അടിക്കും കേട്ടോ. അപ്പോൾ അതിനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടകൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിതാ എൻ്റെ പണികൾക്ക് ഇറങ്ങിയപ്പോൾ രാവിലെ തന്നെ സിറ്റൗട്ടൊക്കെ ഉണ്ട് തുടച്ച് വൃത്തിയാക്കിയിടാം കേട്ടോ. അപ്പോൾ ഉമ്മറപ്പടിയൊക്കെ തുടച്ചിട്ടുണ്ട്. ഇത് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൃപ്തി കേട്ടോ. ഉമ്മറ വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ വേറെ എന്തൊരുങ്ങിയിട്ടില്ലെങ്കിലും പ്രത്യേക ഒരു സമാധാനം കേട്ടോ. ഉമ്മറ വൃത്തിയായി കിടക്കുമ്പോൾ ഇതൊരു ദിവസം ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടില്ല, ഈ മഴവെള്ളമൊക്കെ വീണിട്ട് ഇങ്ങനെ എപ്പോഴും അവിടെ ഇങ്ങനെ ചളിയായി കിടക്കും കേട്ടോ. പിന്നെ മോൻ ഇറങ്ങിക്കഴിഞ്ഞാലും ഒക്കെ ചവിട്ടി കുത്തിയിട്ടൊക്കെ ഉമ്മറപ്പടി നല്ല ചളി ഉണ്ടാവും കേട്ടോ. ഇതൊരു ദിവസം വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നാവട്ടെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരിക, അല്ലേ വൃത്തിയാക്കിയിട്ട് ഒരാളും വരലും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അടിച്ചു വരാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരുമ്പാനുള്ള തുണികളും ഒക്കെ ഒന്ന് മാറ്റി ഇതാക്കിയിടാം കേട്ടോ. ഇവർ അവിടെ ഊരി ഇവിടെ ഊരിയിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ പിന്നെ ഈ മക്കളെ പിന്നാലുള്ള ഓട്ട കാരണം കൊണ്ട് അതൊക്കെ പെറുക്കിടാനുള്ള ടൈമും കിട്ടാറില്ല. അങ്ങനെ ഇതാ ഒക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ പെറുക്കി വെക്കാനാട്ടോ, അതന്നെ ഒരു പണിയാണ്. ഒരു സമയം അതിന് തന്നെ പൂട്ട് കുറേ ഉണ്ടാവും. ഞാനാണെങ്കിൽ ഒക്കെ അടിച്ചു വാരി അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഒന്നിച്ച് അങ്ങോട്ട് എടുക്കാട്ടോ ചെയ്യുക. അല്ലാണ്ട് കിട്ടണ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതന്നെ പണി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം അടിച്ചു വാരി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇതാക്കായിട്ട് ചെയ്യുക. അപ്പോൾ ഇക്കാക്ക് ഇന്ന് വർക്കുണ്ട്, ഇക്കയിന് പോയിട്ടുണ്ട്. പിന്നെ അതാ ടേബിളിൻ്റെ മുകളിൽ കുറേ മരുന്നുകളും ഇതൊക്കെ ഉണ്ട് 2 പേരുടെയും കൂടി. അപ്പോൾ ആവശ്യമുള്ളത് പറഞ്ഞാൽ കഴിഞ്ഞതുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേണ്ടത് അങ്ങനെ ആക്കിയിട്ട് മാറ്റി ഇതാക്കി വെക്കുകയാണ് കേട്ടോ. ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് ഇന്ന് മറ്റേ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. അപ്പോൾ ഇക്ക അതിനാണ് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇക്ക വൈകിട്ടേ വരുള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ അതാ മരുന്നുകൾ ഇതൊക്കെ കഴിഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഇപ്പോൾ മോന് ഇങ്ങനെ അധികം ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആക്കിയിട്ട് കൊടുക്കും, അവന് പനിയൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതാ ക്യാരറ്റ് ഉപ്പേരി വയ്ക്കുക കേട്ടോ. അപ്പോൾ അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം അതൊക്കെയാണ് ഇട്ട് കറി ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അവന് പെട്ടെന്ന് ചിലപ്പോൾ ഉച്ചയ്ക്ക് മരുന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണ്ടേ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ അത് കാരണം അങ്ങനെ വേഗം ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ലേശം ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ലേശം തന്നെ ഉള്ളൂ, താത്താൻ്റെ മോൻ വരുമ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവന് ചോറും ഒക്കെ കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി വെച്ച് കയ്പ്പയ്ക്ക് സാമ്പാറാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഞാൻ അതും കൂടെ വെച്ചിട്ട് പിന്നെ അവന് ചോറൊക്കെ കൊടുത്ത് അവനെ ഒക്കെ ഉറക്കി, 2 ആളും ഉറക്കി കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇതാ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് ചോറും കയ്പ്പക്ക കറിയും പിന്നെ ചിക്കൻ വറുത്തതും ക്യാരറ്റും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ ഉമ്മർത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കഴിക്കാണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ റിലാക്സ് ആയിരുന്നു കഴിക്കണം കേട്ടോ. ചിലപ്പോഴൊന്നും പറ്റില്ല, പക്ഷെ പറ്റുന്ന സമയം ഞാൻ ഉമ്മർത്ത് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരുന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് ഇതാ എണീറ്റ് മക്കളെ കൊണ്ട് ഇങ്ങനെ ഉമ്മർത്ത് വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ആളിങ്ങനെ താഴ്ത്താക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ആൾ ഉറക്കത്തിൽ നീച്ച ഒരു ഇതിലാണ് കേട്ടോ. ചെറുതിൻ്റെ മൂഡൊക്കെ മാറിയിരിക്കുന്നു. മൂത്താൾ ഇങ്ങനെ ആ ഒരു മൂഡിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കളിക്കാൻ്റെ ക്ലാസ്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ കളിക്കും, കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ട് മേലെ കയറിയിട്ട് എടുക്കണം എന്ന് അങ്ങനെ കാട്ടിയിട്ട്. അപ്പോൾ ഇതാ ഉമ്മ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു, രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോന് വെച്ച് കൊടുത്തതാണ് കേട്ടോ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. ചായയും ദോശയൊക്കെ കൂടിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ അവൻ അതെടുത്തിട്ട് പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ ദോശയിൽ. അപ്പോൾ പഞ്ചസാര വേണം വേണ്ട ഉമ്മാൻ്റെ പിന്നാലെ പോവാണ് കേട്ടോ, പഞ്ചസാര ഇട്ടിട്ട് പറഞ്ഞിട്ട്.
അതിന് ഞങ്ങൾ പിന്നെ അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ ഇരിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെ ഉമ്മറത്ത് വന്ന് കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചായ കട്ടൻ കുടിക്കാമെന്ന് വൈകുന്നേരത്തും രാവിലെ ഉണർന്നാലും വൈകുന്നേരത്തും നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഇക്ക വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പൈതങ്ങളെ യാത്രയ്ക്ക് പോകാൻ കേട്ടോ. ഞാൻ കുട്ടികളെയൊക്കെ ഒന്ന് യാറമൂടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളായിട്ട് പോവാണ്. അപ്പോൾ താത്താൻ്റെ മോനെ ഒന്ന് യാറമൂടാന്ന് നേർച്ചയിതുണ്ടായിരുന്നോളൂ. അപ്പോൾ അതിനെല്ലാവരും കൂടി പോകാൻ കേട്ടോ. എനിക്കിതിലൊക്കെ വിശ്വാസമാണ് കേട്ടോ. ചിലർക്ക് ഇങ്ങനെയൊന്നും ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പള്ളികളിൽ പോവുക, യാറമൂടുക അങ്ങനത്തതൊക്കെ വിശ്വാസമാണ്. അല്ലാണ്ട് എന്താ പറയുക, നമ്മൾ ചിലവർക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇതൊന്നും ഉണ്ടാവില്ല. ശരിക്കും ചെറുപ്പം മുതലേ ഞങ്ങളെല്ലാവരും പള്ളി സിയാറത്തിന് പോകലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കതിൽ വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടാമ്പി പൈതങ്ങളെ യാറം. അപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ പുഴയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവരൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, ഞാനും ഇങ്ങനെ ബാക്കിലായിട്ട് ഞാനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ പോയി യാറൊക്കെ മൂടി കുട്ടിയിട്ടൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തന്ന് ചീരനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ എപ്പോഴും പിന്നെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവുക ചെയ്യുക. അപ്പോൾ അങ്ങനെ തിരക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് താത്താക്കും എന്തോ ഡ്രസ്സ് എടുക്കണം വേണ്ടി ഞങ്ങൾ കടയ്ക്ക് കയറി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.